അടുത്തത് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നും ഇട്ട് നമുക്ക് മൊരിയിച്ചെടുക്കാം. നമുക്കിന്ന് ഉഴുന്നുവട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഉഴുന്നാണിത്. കണ്ടോ, വെള്ളത്തിയിട്ട് വെച്ചേക്കുവാണ്. ഇത് നന്നായി കുത്തുന്ന ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. കണ്ടോ, ഉഴുന്ന് കുതിർന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയിൽ ചെറുതരിയായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഉഴുന്ന് മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി അതിലേക്ക് ചേർക്കാനുള്ള ചേരുവക മുളക്. എനിക്ക് ബജ്ജി മുളകാണ് എനിക്കിവിടെ ഉണ്ടായത് കിട്ടിയത്. ഞാൻ ആ ബജ്ജി മുളകാണ് ചേർത്തിരിക്കുന്നത്. ബജ്ജി മുളകാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഉലുവ, വേപ്പില, പിന്നെന്താ കുരുമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. കണ്ടു, ഉഴുന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇതൊന്ന് പൊങ്ങി വരാനാണ്. അധികം പൊങ്ങണ്ട, ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ അടിച്ചപ്പം ഇത്തിരി വെള്ളം കൂടിപ്പോയി. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കൊരു കുറച്ച് റവ ചേർത്ത് കൊടുക്കാം. ആ വെള്ളം ഒന്ന് ബാലൻസ് ചെയ്യാൻ. അധികം വേണ്ട, കുറച്ച്. എന്നുവെച്ചാൽ റവ നന്നായിട്ട് വീർക്കും നനഞ്ഞ് കഴിയുമ്പോൾ. അതിലേക്ക് കുറച്ച് റവ ചേർക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമുക്ക് പേസ്റ്റുമായിട്ട്, ഉഴുന്നിൻ്റെ പേസ്റ്റുമായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ കുറച്ച് നേരം കൂടി വെക്കാം. അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം കൂടി ഇതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് പേസ്റ്റിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്, വെളുത്തുള്ളിയുടെ ഉള്ളിയുടെയൊക്കെ. അപ്പോൾ ഉഴുന്ന് ഗ്യാസ് ഉണ്ടാക്കുമല്ലോ, അപ്പം നമ്മൾ ഈ വെളുത്തുള്ളി മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. വെളുത്തുള്ളി ചേർത്താൽ ഗ്യാസിൻ്റെ അസ്വസ്ഥത ഉണ്ടാവില്ല. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് നേരം മൂടി വെക്കുക. കണ്ടോ, ഇതിപ്പോൾ നമ്മളൊരു 2 മണിക്കൂറോളമായി ഇതിങ്ങനെ സവാളയൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉപ്പ് ചേർത്താൽ മതി. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പിൻ്റെ പാകം നോക്കി പോരെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ.
നന്നായിട്ട് ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഉപ്പും കൂടി അങ്ങോട്ട് ചേർന്നപ്പോഴുള്ള ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലൊരു പിഞ്ച് ചെറുജീരകം ചേർക്കുന്നുണ്ട് ഞാൻ. കാരണം ഗ്യാസിൻ്റെ അസ്വസ്ഥതയുള്ള ആളുകൾക്ക് പ്രശ്നമില്ലാതിരിക്കാൻ. എന്നുവെച്ചാൽ ഉഴുന്നൊക്കെ ഗ്യാസ് ഉള്ളതാണ്. അപ്പം ഇത്തിരി ചെറുജീരകം ചേർക്കുന്നത് നല്ലതാണ്. നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ എത്തിക്കാം. ചട്ടി ഒന്ന് ചൂടാകട്ടെ. ചട്ടി ചൂടായിട്ട് നമുക്കിനി അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് എത്രത്തോളം ഇതിൻ്റെ ഹോള് കറക്റ്റായി ഇതിൻ്റെ ഹോളെ കറക്റ്റായി എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്കൊന്ന് അത്യാവശ്യം ഇട്ട് നോക്കാം. ഹോള് കാണാം. നമുക്കിത് ഇത്തിരി ലൂസ് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നണം. ഇതിന് നമുക്ക് ഹോളിത്തിരി വലുതായിട്ടിട്ട് കൊടുക്കാം. എന്നിട്ടിങ്ങനെ കയ്യിൽ നിന്ന് എണ്ണ തെറിക്കാതെ നോക്കണം കേട്ടോ എല്ലാവരും. ഉണ്ടോ? ചട്ടിമേലൊന്ന് എണ്ണ ആവാനൊന്ന് പതുക്കെ ചരിച്ചു കൊടുക്കണം. ഞാൻ കുറച്ച് എണ്ണ ഇട്ടിട്ടുള്ളൂ. ഒരുപാട് എണ്ണ ചൂടാക്കിയത് ബാക്കി വരണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാൻ മാത്രമുള്ള വെളിച്ചെണ്ണയെ ഇട്ടിട്ടുള്ളൂ. ഇനി അടുത്തത് റോളിട്ടിട്ട് നമുക്കുണ്ടാകും. ഉണ്ടോ? കണ്ടോ? അടിവശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. പെട്ടെന്ന് മൊരിഞ്ഞു. മൊരിച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്.
കണ്ടോ, മൊരിയണതനുസരിച്ച് മൊരിയണത് മാറ്റി വെക്കണം. നേര് തീയിൽ മൊരിയിക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളു വേവില്ല, പുറം മാത്രം ഭയങ്കര മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടിരിക്കും, പക്ഷെ ഉള്ളോട്ട് ചെല്ലുമ്പോൾ വെന്തിട്ടുണ്ടാവില്ല. അപ്പം നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഉഴുന്നിനധികം വേവില്ല, എന്നാലും ഉള്ളിലോട്ടുള്ളത് വേവാനായിട്ടാണ്. ഒരു നേര് തീയിൽ വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചേക്കാം. വെന്തിട്ടുണ്ട്. മൂത്തത് നമുക്ക് കോരാം. ഉണ്ടോ, ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ, അതിലേക്ക് ഇടുക. എണ്ണയായോണ്ടേ ആദ്യം മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ മൂപ്പിച്ച് എടുക്കണം. ഇതെടുക്കാം. കണ്ടോ, വട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ എന്തെങ്കിലും സോസ് ഉണ്ടെങ്കിൽ സോസ് കൂട്ടി കഴിക്കാം. കട്ടൻ ചായ ഉണ്ടെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാം. ചമ്മന്തി ഉണ്ടെങ്കിൽ ചമ്മന്തിയുടെ കൂടെയും കഴിക്കാം കേട്ടോ. നമുക്കത് ഉഴുന്നായതുകൊണ്ട് നല്ലതാണ്, പ്രോട്ടീനൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും നന്ദി.